കർത്താവ് എന്നെ നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ 3 വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിനെ കാണിക്കാനിടയായി. കർത്താവിൻ്റെ ദാസൻ സിബിച്ചൻ പാസ്റ്റർ ഇവിടെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു വെളിപ്പാട്, ഈ കൊല്ലൻ്റെ ആലയ്ക്കകത്ത് തീക്കകത്ത് ഒരു ഇരുമ്പ് പഴിപ്പിച്ചാൽ എത്രമാത്രം ആ ഇരുമ്പിൽ തീ പിടിച്ച് തിളക്കപ്പെടുന്നുവോ അതുപോലെയുള്ള ഒരു കൈ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതായി പരിശുദ്ധാത്മാവിനെ കാണിച്ചു. എനിക്ക് ബോധ്യമായി അത് വേറെ കൈയൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ കൈയാണ്. ഈ സഭയുടെ മേൽ ദൈവത്തിൻ്റെ കൈ അങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കാനിടയായി. ഞാൻ ഈ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊരു വിഷൻ കർത്താവിനെ കാണിച്ചത്, ഇവിടെ ഒരു കോവേണി, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. ഈ വെളിപ്പാട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ കാണിച്ചത്, ഈ ഓഡിയൻസിനകത്ത് ഒരുപാട് ഞാൻ കണ്ടത് ഈ സൂര്യകാന്തി പൂക്കൾ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് പൂക്കളെ ഞാൻ ഇവിടെ കാണുവാനിടയായി തീർന്നു. മനോഹരമായൊരു ഗാർഡൻ ഈ ഓഡിയൻസിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നതായി പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഈ 3 വെളിപ്പാടുകൾ ഞാനിങ്ങനെ പുറകിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ വീണ്ടും ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ 3 വെളിപ്പാടും ഈ സഭയുടെ മേൽ സംഭവിക്കുന്ന ഒരു ദൈവിക സ്തോത്രം ഉണർവിൻ്റെ ഒരു സൈനാണെന്ന് ദൈവാത്മാവിനെ കാണിച്ചു. കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മാവ് കൃത്യമായി എന്നെ കാണിച്ച വെളിപ്പാടാണ് ഈ 3 വെളിപ്പാടുകൾ. ഈ സഭയെ കർത്താവ് നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതടുത്ത ദിവസങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളെ അക്ഷരികമായി കാണിക്കത്തക്ക നിലയിൽ ആ വെളിപ്പാടുകളെ കർത്താവ് ഉറപ്പിക്കുമെന്ന് ദൈവാത്മാവിനോട് പറയുകയാണ്. ഈ രാവിലെ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. എനിക്കറിയാം ഈ ദിവസങ്ങൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്നും ഇതിൻ്റെ ഗൗരവം എന്താണെന്നും ആത്മാവിൽ നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പുൽപ്പറ്റിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ നിൽക്കുന്നത്. സോന്തു പോന്ന നേരത്തിലെല്ലാം എന്നെ സോന്തു കൊണ്ട കൃപ ഇത്, സോന്തു പോന്ന നേരത്തിലെല്ലാം എന്നെ സൂന്തു കൊണ്ട കൃപ ഇത്. കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ, കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ. ഉടയ്ക്കപ്പെട്ട നേരത്തിലെല്ലാം എന്നെ ഉരുവാക്കണ കൃപ ഇത്. ഉടയ്ക്കപ്പെട്ട നേരത്തിലെല്ലാം എന്നെ ഉരുവാക്കിയ കൃപ ഇത്. കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ, കൃപയേ കൃപയേ സോന്തു പോന്ന നേരത്തിലെല്ലാം എന്നെ സോന്തു കൊണ്ട കൃപ ഇത്. അക്കാരം പഠിച്ച പടിയാണ്. സോന്തു പോന്ന നേരത്തിലെല്ലാം എന്നെ സോന്തു കൊണ്ട കൃപ ഇത്. കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ, കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ. ബലവീന നേരത്തിലെല്ലാം എന്നെ ബലപ്പെടുത്തണ കൃപ ഇത്. ഓ ബലവീന നേരത്തിലെല്ലാം എന്നെ ബലപ്പെടുത്തണ കൃപ ഇത്. ഓ കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ, കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ. ഉടയ്ക്കപ്പെട്ട നേരത്തിലെല്ലാം എന്നെ ഒഴിവാക്കിയ കൃപ ഇത്.
ഉടയ്ക്കപ്പെട്ട നേരത്തിലെല്ലാം എന്നെ ഒഴിവാക്കിയ കൃപ ഇത്. കൃപയേ കൃപയേ മാറാതെ നല്ല കൃപയേ 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 മാറാതെ നല്ല കൃപയേ. ഈ പകലിൽ നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മഹാകൃപ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കൃപ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവോട് പറയുന്നു, തളർന്നിരിക്കുന്നവരെ ഇന്ന് പകലിൽ കർത്താവ് ശക്തീകരിക്കാൻ വേണ്ടി പോകുകയാണ്. ബലഹീനപ്പെട്ടിരിക്കുന്നവരെ ഇന്ന് പകലിൽ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ആമേൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ചു നീ നിരാശപ്പെടേണ്ട. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ രാവിലെ ആത്മാവാരോട് പ്രവചിച്ചു പറയുന്നു, അസാധാരണമായ ദൈവകൃപയുടെ ഒരഭിഷേകം ഈ പകലിൽ ദൈവാത്മാവ് ഇതിനകത്ത് പകരുന്നത് ചിലർക്കു വേണ്ടി ചിലതിനെ ജയിക്കുവാൻ, ചിലരുടെ മേൽ കിടക്കുന്ന ചില നിയോഗങ്ങൾക്കകത്ത് അവൻ മുന്നേറി വരുവാൻ ദൈവത്തിന്റെ കൃപയുടെ ഒരു വലിയ ബഹുത്വം ഈ രാവിലെ ഈ ഹോളിനകത്ത് ചലിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ കുറച്ച് സമയം നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കറിയാം, ഈ രാവിലെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഒരു ദൈവവചനം സംസാരിക്കാൻ ആഗ്രഹിച്ചു. ഞാനിങ്ങനെ റെഡിയായി നിൽക്കുകയായിരുന്നു. കർത്താവ് അനുവദിച്ച രാത്രി ഞാൻ ശുശ്രൂഷിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഈ പകലിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഒരു വചനം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കറിയാം, ആ വചനം ഇവിടെ പറയുമ്പോൾ തന്നെ ആ വചനത്തിൻ്റെ അധികാരത്തെ പരിശുദ്ധാത്മാവ് തുറക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിഷേകത്തിൻ്റെ ഭയങ്കരമായ പകർച്ചകൾ നമുക്ക് കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ കാണുവാൻ, അനുഭവിക്കുവാൻ ദൈവാവസരം തന്നു. ഞാൻ ഇന്ന് പകലിൽ വളരെ ശാന്തമായി ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം ഭയങ്കര അധികാരമുള്ള വചനമാണ്. സ്തോത്രം. എൻ്റെ മേൽ കർത്താവിട്ടിരിക്കുന്ന അഭിഷേകത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന ദൈവിക അധികാരത്തെ, അഭിഷേകത്തെ എനിക്കറിയാം. ഇന്ന് രാവിലെ ആ ദൈവ നിയോഗത്തിനകത്ത് ഞാനിവിടെ നിന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ എന്നിലൂടെ പരിശുദ്ധാത്മാവിടുന്ന വചനങ്ങളുടെ മേലുള്ള അധികാരത്തെ ഇതിനകത്ത് ദൈവാത്മാവ് റിലീസ് ചെയ്യും. ദൈവാത്മാവ് അതിനെ തുറന്നുവിടും. അത് കാണുക, കേൾക്കുക മാത്രമല്ല, അത് അനുഭവിക്കത്തക്ക നിലയിൽ ദൈവാത്മാവിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടും. അത് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അതുകൊണ്ട് വചനം കേൾക്കാൻ നിങ്ങൾ ഇരിക്കുക. വചനം കേൾക്കുമ്പോൾ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാകുക. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, കേട്ട വചനം വിശ്വാസമായി അത് പരിണമിക്കാത്തത് കൊണ്ട് അത് അവർക്ക് എന്തായി വന്നില്ല? ഉപകാരമായി വന്നില്ല. കേൾക്കുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് അത് അവർക്ക് എന്തായി വന്നില്ല? ഉപകാരമായി വന്നില്ല. വചനം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആശ്രയിക്കുക എന്നാണ് അതിന്റെ മറ്റൊരു പദം. ആമേൻ. ദൈവം ഒരു വചനം നിങ്ങളോട് പറയുമ്പോൾ ആ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. സ്തോത്രം. ഓ ജീസസ്. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെ ആശ്രയിക്കുന്നത്? ഞാൻ ഇന്ന് പകരം പറയാം. വെള്ളത്തിനകത്ത് വീണ ഒരു മനുഷ്യൻ, അറിയാവുന്ന ഒരു മനുഷ്യനായിക്കൊള്ളട്ടെ, അറിയത്തില്ലാത്തൊരു മനുഷ്യനായിക്കൊള്ളട്ടെ, സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കുത്തൊഴുക്കിനകത്തേക്ക് ഒഴുകുമ്പോൾ രക്ഷപ്പെടുവാൻ വേണ്ടി കിട്ടുന്ന ഏത് വസ്തുവിനെയും കയറി പിടിക്കുന്നത് പോലെ ജീവിതത്തിന്റെ അകത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുമ്പോൾ ഇനി എവിടെയാണ് എനിക്കൊരു രക്ഷ, എവിടെയാണ് എനിക്കൊരു മാറ്റം, എവിടെയാണ് എനിക്കൊരു ഉയർച്ച, എവിടെയാണ് എനിക്കൊന്ന് മുമ്പോട്ട് പോകാനുള്ളൊരു വഴി തുറക്കപ്പെടുന്നത്, ഇങ്ങനെ എല്ലാ വഴികളും അടയപ്പെട്ട് ചോദ്യങ്ങളുമായി നിൽക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവം പറയുന്നതിനെ മുറുകെ പിടിക്കുവാൻ, ആശ്രയിക്കുവാൻ, വിശ്വസിക്കുവാൻ റെഡിയായാൽ ബൈബിൾ പഠിപ്പിക്കുന്നു,
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ദൈവശക്തിയായി വ്യാപരിക്കും. ഈ പകലിൽ ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ഏത് തടസ്സങ്ങളും മാറിപ്പോകുവാനിടയാകോ. അതുകൊണ്ട് വചനം പറയുന്നത്, ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്കകത്ത് ആമേൻ മുമ്പിൽ ഉരുട്ടി വെച്ച വലിയ കല്ല് ആരുരുട്ടി മാറ്റുമെന്ന് ചോദ്യമായി അതിരാവിലെ കല്ലറയിലേക്ക് വന്ന സഹോദരിമാർ കണ്ടത്. ആമേൻ, ആരുരുട്ടി മാറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് യാത്ര തിരിച്ച സഹോദരിമാർ വെളിപ്പാൻ കാലത്ത് കല്ലറയ്ക്കിലേക്ക് എത്തിയപ്പോൾ ആ വാതിക്കൽ ഉരുട്ടി വെച്ച കല്ല് ആ വാതിക്കൽ നിന്ന് ഉരുണ്ടു മാറിയിരിക്കുന്നത് അവർ കണ്ടത്. ആരാണ് ഉരുട്ടി മാറ്റിയത്? വചനം പറയുന്നു, ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി ആ കല്ലിനെ ഉരുട്ടി മാറ്റി. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ആമേൻ, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യിക്കും. ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത്, ഈ ചമ്പാപുരത്തിനകത്ത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആമേൻ മനുഷ്യൻ ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ നമ്മുടെ അകത്ത് ധൈര്യമുണ്ടെങ്കിൽ അതിന് വേണം ആമേൻ പറയാൻ. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഹോസ്പിറ്റലിന്റെ അകത്ത്, ഐസിയുവിന്റെ അകത്തും അത് സംഭവിക്കും. ഇത് പറയുമ്പോഴൊക്കെ ഒരാമേൻ പറഞ്ഞ് കൈയടിക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ ചർച്ചിലെ സഹോദരിയുടെ പിതാവ് ഐസിയുവിനകത്തു നിന്ന് കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ കാതുകളിൽ കേൾക്കത്തക്ക നിലയിൽ ആത്മാവ് പ്രവർത്തിക്കുക. ഈ വചനം വിശ്വസിക്കുന്നവർ കരമടിച്ച് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ആമേൻ എന്ന് പറയുന്നത്. കാരണം വചനം പറയുന്നു, ആമേൻ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവശക്തി പുറപ്പെട്ടു വരും. ഈ രാവിലെ ആത്മാവിൽ നിങ്ങളത് വിശ്വസിക്കുക. വിശ്വാസം നിങ്ങളുടെ അകത്ത് ചലിച്ചുകൊണ്ടേയിരിക്കട്ടെ. നമ്മൾ ഒത്തിരി പ്രസംഗം കേൾക്കുന്നവരാണ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലെ 3ാം തലമുറക്കാരനാണ്. എൻ്റെ പിതാവ് പാസ്റ്ററാണ്, ചേട്ടൻ പാസ്റ്ററാണ്. ഞങ്ങളുടെ വീടിനകത്താണ് പെന്തക്കോസ്ത് ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഒത്തിരി വചനം അറിയുന്നതിനകത്തല്ല കാര്യം, വചനം വിശ്വസിക്കുന്നതിനകത്താണ് കാര്യം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇന്നും വചനം അറിയുന്ന, വചനം പ്രസംഗിക്കപ്പെടുന്ന പലരും വിടുവിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ, സ്തോത്രം. അവർക്ക് വചനം അറിയത്തില്ലാത്തത് കൊണ്ടല്ല, അവർ വചനം വായിക്കാത്തത് കൊണ്ടല്ല, അവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, ആമേൻ, അവർ ഉപവസിക്കാത്തത് കൊണ്ടല്ല. ആമേൻ, സ്തോത്രം. അവർക്ക് വിശ്വാസമില്ല. അവർക്ക് എന്തില്ല? വിശ്വാസമില്ല. വിശ്വാസം, ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസം അത് ദൈവം നമ്മുടെ മേൽ പകരപ്പെടേണ്ടതൊന്നാണ്. ദൈവം നമ്മുടെ മേൽ പകരപ്പെടേണ്ടതൊന്നാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മേൽ പകരപ്പെടേണ്ടതൊന്നാണ്. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വചനത്താൽ നമ്മുടെ അകത്തൊരു വിശ്വാസം ഉരുവായാൽ, പ്രിയമുള്ളവരെ, ആ വിശ്വാസം കൊണ്ടാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്.